ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയുടെ PYQ ആണ്. അതായത് ജനുവരി 2025 നടന്നിട്ടുള്ള കാറ്റഗറി 3 സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, എ സ്റ്റുഡൻറ് ഹാസ് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റുഡൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഒന്നെന്താണ്? എൻജോയ് റീഡിങ് ബുക്സ് ആൻഡ് റൈറ്റിംഗ് എസ്സേസ്, ഈസിലി സോൾവ്സ് കോംപ്ലക്സ് പ്രോബ്ലം, ഈസിലി എസ്റ്റാബ്ലിഷസ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് ഹാവ് എക്സലൻറ്റ് സെൽഫ് അവെയർനെസ്. അതായത് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ തന്നത് എന്താണ്, ഏതാണ് ഇതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓപ്ഷൻ എ എന്താണ്? സെലക്ട് ദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ദാറ്റ് സ്റ്റുഡൻറ്റ് ഹാവ്. അതായത് ഇവിടെ നമുക്കറിയാം, ഈ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ ലിംഗ്വിസ്റ്റിക്, വെർബൽ, ലോജിക്, മാത്തമാറ്റിക്കൽ, വിഷ്വൽ, സ്പേഷ്യൽ, ഇന്റർപേഴ്സണൽ. ലിംഗ്വിസ്റ്റിക്, വെർബൽ, ലോജിക്, mathematical, interpersonal and intrapersonal. Linguistic, verbal, logic, mathematical, visual, spatial, interpersonal. Linguistic, verbal, visual, spatial, interpersonal, intrapersonal. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് കുട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സിന് അനുയോജ്യമായിട്ടുള്ളതെന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. നമുക്കറിയാം, ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അനുസരിച്ചിട്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് എന്താണ് ഓപ്ഷൻ ബി? ലിംഗ്വിസ്റ്റിക്, വെർബൽ, ലോജിക്, മാത്തമാറ്റിക്കൽ, ഇന്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാപേഴ്സണൽ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എൻജോയ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എസ്സേസ്. അത് ഏതിലാ വരിക? ലിംഗ്വിസ്റ്റിക്, വെർബൽ ആണ് വരിക. സോൾവ് കോംപ്ലക്സ് പ്രോബ്ലം ഏതാണ്? ലോജിക്, മാത്തമാറ്റിക്കൽ ആണ്. ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും എക്സലൻസ് സെൽഫ് അവെയർനെസ് അതേതാ വരിക? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസും ആണ് വരിക. ഓക്കെ, മനസ്സിലായല്ലോ? ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വെച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ പാരന്റ് ഓൾവേസ് പണിഷസ് ഹിസ് സൺ വിത്തൗട്ട് എനി ബേസിക് റീസൺ whenever he return home from the workplace. This leads child to fear him and develop anxiety reactions at the time of arrival of the parent. This is a direct case of. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു കേസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് പാരന്റ് അതായത് എപ്പോഴും ഏത് സമയത്ത് ജോലി കഴിഞ്ഞ് വരുന്നോ അപ്പോഴൊക്കെ കുട്ടീനെ പണിഷ് ചെയ്യും. വിത്തൗട്ട് എനി റീസൺ, ഒരു റീസണും ഇല്ലാതെ കുട്ടീനെ പണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏത് സമയത്തും തിരിച്ച് പാരന്റ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടീൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുന്നത്? ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ ഉണ്ടാവുകയാണ്. ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു കേസ് എന്തുമായി റിലേറ്റ് ചെയ്തതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്ഷൻ ബി ലോ ഓഫ് എഫക്റ്റ്, ഓപ്ഷൻ സി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഓപ്ഷൻ ഡി മോട്ടോർ ലേണിംഗ്. ഏതുമായിട്ടാണ് ഈ ഒരു കണ്ടീഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. നമുക്കറിയാം, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. പാവ്ലോന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ടാണ് ഇവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പാരന്റ് അറൈവൽ എന്ന് പറയുമ്പോൾ അതെന്താണ്? നാച്ചുറൽ സ്റ്റിമുലി ആണ്. പാരന്റ് അറൈവൽ എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റിമുലി ആണ്. പണിഷ്മെന്റ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഫിയർ ഓർ ആൻസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പം പാരന്റ് അറൈവൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നു? അത് കണ്ടീഷൻഡ് ആയിട്ട് അവിടെ എന്തുണ്ടാവുന്നു? ഫിയർ ഉണ്ടാവുന്നു. ഈ ഒരു കേസ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെന്നുള്ളത് കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ലോ ഓഫ് എഫക്റ്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, മോട്ടോർ ലേണിംഗ്. അതെന്തുമായി റിലേറ്റ് ചെയ്തതാണെന്ന് നോക്കാം. ലോ ഓഫ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് എഫക്റ്റ് റിവാർഡ് ഓർ പണിഷ്മെന്റ് ലേണിംഗ് ആണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് റിവാർഡ് ഇൻക്രീസ് ബിഹേവിയർ ആണ്. മോട്ടോർ ലേണിംഗ് എന്താണ്? ഫിസിക്കൽ സ്കില്ലുമായി ബന്ധപ്പെട്ടതാണ്. സോ അത് ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്.
Next question, which among the following is not an approach of KCF 2005? നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ സൈക്കോളജിയിൽ KCF NCF ഒക്കെ പലപ്പോഴായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ എന്താണ് KCF 2005 ബന്ധപ്പെടാത്തതാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈസ് നോട്ട് എൻ അപ്രോച്ച് ഓഫ് KCF 2005, അതായത് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 ബന്ധപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം തന്നത്. ഇമ്പോർട്ടൻറ്റ് ടു ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സ് റോൾ ആസ് അതോറിറ്റി ഓഫ് ദ ക്ലാസ്, ഫെസിലിറ്റേറ്റീവ് കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് ബേസ്ഡ് ഓൺ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ക്രിട്ടിക്കൽ പെഡഗോഗി. ഈസ് വെരി സിമ്പിൾ അല്ലേ? KCF 2005 എന്തിനാണ് സ്ട്രെസ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് ആണ് അല്ലേ? ഇത് കറക്റ്റ് ആണ്. ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. ടീച്ചേഴ്സ് റോൾ ആസ് ആൻ അതോറിറ്റി ഓഫ് ക്ലാസ് ഒരിക്കലുമല്ല. ടീച്ചർ റോള് ക്ലാസ്സിൽ ഒരു അതോറിറ്റി ആണെന്ന് KCF 2007 ഒരിക്കലും പറയില്ല. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. KCF 2005 എന്തൊക്കെയാണ് സ്ട്രെസ് ചെയ്യുന്നത്? ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. ഓഫ് കോഴ്സ് കൺസ്ട്രക്റ്റിവിസം ഉണ്ട്, കൊളാബറേഷൻ ഉണ്ട്. ടീച്ചർ അതോറിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരിക്കലും KCF 2007 പ്രകാരം അത് പറയുന്നില്ല. അതൊരു ട്രഡീഷണൽ അപ്രോച്ച് ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണ്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ സ്റ്റുഡൻറ് ഹാസ് എൻ IQ ലെവൽ ഓഫ് 100. എത്രയാണ് IQ ലെവൽ തന്നിരിക്കുന്നത്? 100 ആണ്. ദാറ്റ് സ്റ്റുഡൻറ് ബിലോങ് ടു. അതായത് ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കുക. IQ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് എല്ലാ തവണയും സൈക്കോളജിയിൽ കണ്ടുവരാറുണ്ട്. ആ IQ ക്ലാസിഫിക്കേഷൻ നമ്മൾ വ്യക്തമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പം എന്താ ചോദിച്ചിരിക്കുന്നത്? IQ ലെവൽ ഓഫ് 100 ലെവൽ IQ ഉള്ള ഒരു കുട്ടി, ഒരു സ്റ്റുഡൻറ് ഏതിലാണ് ഉൾപ്പെടുന്നത് എന്നാണ്. സുപ്പീരിയർ, ആവറേജ്, ഡൾ, മോറോൺസ് ഏതിലാണ് ഉൾപ്പെടുന്നത്? ഒരു 100 ലെവലുള്ള കുട്ടി ഏതിലാണ് ഉൾപ്പെടുന്നത്? ആവറേജിലാണ് ഉൾപ്പെടുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ടെർമാൻ്റെ IQ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ 90 to 109 വരെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ആണ്. അപ്പോൾ 100 എന്ന് പറഞ്ഞാൽ ഏതിലാണ് ഉൾപ്പെടുന്നത്? ആവറേജ് ലെവലിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ 110 മേലുള്ളവരാണ് സുപ്പീരിയർ കാറ്റഗറി. ബിലോ 80 ആണ് നമ്മൾ ഡൽ, മോറോൺ, അതായത് മന്ദബുദ്ധി എന്നൊക്കെ പറയാറില്ല. അത് ഏതിലാണ് വരുന്നത്? IQ ലെവൽ 80 കുറവുള്ളതിനെയാണ് വരുന്നത്. അപ്പൊ ടെർമാൻ്റെ IQ ക്ലാസിഫിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബോയ് വിയറിംഗ് എ ഷർട്ട് വിത്ത് എ നോൺ നോട്ടീസബിൾ ഇങ്ക് സ്പോട്ട്. തിങ്ക് ദാറ്റ് ഓൾ വിൽ നോട്ടീസ് ദ ഇങ്ക് സ്പോട്ട്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തന്നിരിക്കുന്നത് പേഴ്സണൽ ഫാബിൾ, ഇമാജിനറി ഓഡിയൻസ്, ഐഡന്റിറ്റി ക്രൈസിസ്, ഡെലിക്വൻസി. ഏതാ മക്കളെ വരിക? ഇവിടെ എന്താ പറയുന്നത്? ഇങ്ക് സ്പോട്ടിനെ പറ്റി വരുന്നത് ഏതാ വരിക? ഇമാജിനറി ഓഡിയൻസ് ആണ് വരിക. അതായത് അഡോളസെന്റ് ബിലീവ് എവ്രിവൺ ഈസ് വാച്ചിങ് ദം. ഇതൊരു അഡോളസെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അഡോളസെന്റ്സ് ബിലീവ് ചെയ്യുന്നത് എന്താണ്? എവ്രിവൺ ഈസ് വാച്ചിങ് ദം. ഓവർ സെൽഫ് കോൺഷ്യസ്നെസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇമാജിനറി ഓഡിയൻസ്. പേഴ്സണൽ ഫാബിൾ പറഞ്ഞാൽ എന്താണ്? ഐ ആം യുണീക്ക് എന്ന് പറഞ്ഞൊരു ബിലീവാണ്. ഇവിടെ വരുന്നത് ഏതാണ്? ഇമാജിനറി ഓഡിയൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു സ്റ്റുഡൻറ് ഹാവ് ദ സെയിം IQ. ഞാൻ പറഞ്ഞില്ലേ IQ ലെവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യന് എന്തായാലും സൈക്കോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരും. ഇപ്പം ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ദ സ്റ്റുഡൻറ് ഹാവ് സെയിം IQ. ടു സ്റ്റുഡൻസിന് എന്തുണ്ട്? സെയിം ലെവൽ ഓഫ് IQ ആണുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി കറക്റ്റ്. കറക്റ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. കറക്റ്റ് അല്ലാത്ത ഓപ്ഷനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബോത്ത് ക്യാൻ ഹാവ് ദ സെയിം ക്രോണോളജി age and mental age. Both can have different chronological and mental age. One is elder than the other. Both can have the same chronological age but different mental age. ഏതാ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. അതായത് ബോത്ത് ക്യാൻ ഹാവ് സെയിം ക്രോണോളജിക്കൽ ഏജ് സെയിം ആയിരിക്കും, ബട്ട് എന്തായിരിക്കും? മെന്റൽ ഏജ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് രണ്ട് സ്റ്റുഡൻസിന് സെയിം IQ ലെവൽ ആണെങ്കിൽ അവരുടെ ക്രോണോളജിക്കൽ ഏജ് എന്തായിരിക്കും? അത് സെയിം ആയിരിക്കും, ബട്ട് മെന്റൽ ഏജ് ആണ് അവിടെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. മെന്റൽ ഏജ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് ഇതൊന്ന് എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. IQ കാണാനുള്ള
ഇക്വേഷൻ എന്താണ്? മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. സെയിം ആയിരിക്കും ആണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്? ക്രോണോളജിക്കൽ ഏജ് സെയിം ആയിരിക്കും, ബട്ട് മെന്റൽ ഏജ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും വരിക. മനസ്സിലായല്ലോ? അതായത് ഐക്യു കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? രണ്ട് സ്റ്റുഡൻസിന് ഐക്യു എന്താണ്? സെയിം ആണ്. അപ്പം ഇതിൽ ഏതാണ് തെറ്റുത്തരം എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സെയിം ഐക്യു ആണെങ്കിൽ അവിടെ ക്രോണോളജിക്കൽ ഏജ് സെയിം ആയിരിക്കും, മെന്റൽ ഏജ് ഡിഫറെൻറ്റും ആയിരിക്കും. Next question. The chairman of the steering committee of NCF 2005. NCF 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഇതിൽ ആരാണ് എന്നാണ്. പ്രൊഫസർ യശ്പാൽ ഉണ്ട്, രോഹിത് ദാൻകർ, ഡോക്ടർ കസ്തൂരി രംഗൻ ഉണ്ട്, കോത്താരി ഉണ്ട്. ഇതിലേതാണ്? NCF 2005 സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? പ്രൊഫസർ യശ്പാൽ ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. രോഹിത് ധൻകർ എന്ന് പറയുന്നത് മറ്റൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ്. ഡോക്ടർ കസ്തൂരി രംഗന് NCF 2020 ബന്ധപ്പെട്ടതാണ്. കോത്താരി നമുക്കറിയാം 1964 കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് കോത്താരി. ഓക്കെ, അപ്പം NCF അതേപോലെ തന്നെ അതേപോലെ KCF ഓഫ് കോഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ, പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന മേജർ ആയിട്ടുള്ള കാര്യം വെച്ച് ചോദ്യം വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ സെൻസറി മെമ്മറി ഓഫ് സ്റ്റിമുലി ഡ്യൂ ടു ടച്ച് ഈസ് നോൺ എസ്. ഇവിടെ ഏതാ ചോദിച്ചിരിക്കുന്നത്? ടച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. ദ സെൻസറി മെമ്മറി ഓഫ് സ്റ്റിമുലി ഡ്യൂ ടു ടച്ച്, ഐക്കോണിക് മെമ്മറി, എക്കോയിക് മെമ്മറി, ഹാപ്റ്റിക് മെമ്മറി ആൻഡ് ഷോർട്ട് ടേം മെമ്മറി. ഏതാണ് ഉത്തരം വരുന്നത്? ഹാപ്റ്റിക് മെമ്മറിയാണ്. ഡ്യൂ ടു ടച്ച് ആണെങ്കിൽ അത് ഏതാ വരിക? ഹാപ്റ്റിക് മെമ്മറി ആണ് വരിക. വിഷ്വൽ ആണെങ്കിലാണ് ഐക്കോണിക്, ഓഡിറ്ററി ആണെങ്കിൽ എക്കോയിക് ആൻഡ് ടച്ച് ആണെങ്കിൽ ഹാപ്റ്റിക് മെമ്മറി ആണ് വരിക. പിന്നെ ഷോർട്ട് ടേം മെമ്മറി നമുക്കറിയാലോ. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് തന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും വരാം. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. ചില സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അതിലേക്ക് എത്താനുള്ള എളുപ്പ വഴി മറ്റു ഓപ്ഷൻസ് വെച്ച് നോക്കിയിട്ട് ഏതാണെന്ന് നമ്മൾ കണ്ടെത്താണ് വേണ്ടത്. ഇൻ്റലിജൻസ് ഈസ് എ ഗ്ലോബൽ കപ്പാസിറ്റി. എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ഡേവിഡ് വെഷ്ലർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇന്റലിജൻസ് ഈസ് ഗ്ലോബൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. which is are not an important characteristics of teacher. നോട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണെന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഒരു ടീച്ചറെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊവൈഡ് സെൽഫ് ലേണിംഗ് കണ്ടീഷൻ, സിസ്റ്റമാറ്റിക് പ്ലാനിങ്, പ്രൊമോട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ്, ഗീവ് പണിഷ്മെന്റ് ടു അച്ചീവ് മാക്സിമം സ്കോർ. ഇത് ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് കിട്ടും അല്ലേ. ഒരു ടീച്ചറെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടാത്തത് എന്ത് തന്നെയാണ്? ഗീവ് പണിഷ്മെന്റ് ടു അച്ചീവ് മാക്സിമം സ്കോർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിഷ്മെന്റ് നൽകുക എന്ന് പറയുന്നത് ഒരു അധ്യാപികയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതല്ല. എന്താണ്? ലേണിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊമോട്ട് ഡെമോക്രാറ്റിക് വാല്യൂ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് നമുക്കൊരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. നോക്കൂ, ഗ്രാഫാണ് തന്നിട്ടുള്ളത്. എമൗണ്ട് ലേൺഡും പ്രാക്ടീസ് പീരീഡും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലേണിംഗ് കർവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചില സമയത്ത് വരാറുണ്ട്. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ആ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ ഗ്രാഫ് ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസ് തന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ലോ ഇനീഷ്യൽ ഇംപ്രൂവ്മെന്റ്, ലേണിംഗ് ഡിക്രീസ് വിത്ത് ടൈം, ടാസ്ക് ഈസ് ഡിഫിക്കൾട്ട്, നോ പ്രീവിയസ് പ്രാക്ടീസ്, ടാസ്ക് ഈസ് സിമ്പിൾ ആൻഡ് ലേണർ ഹാവ് പ്രീവിയസ് പ്രാക്ടീസ്. ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. അതായത് പ്രീവിയസ് നോളജ് ഉണ്ട് എന്നാണ് പറയുന്നത്. ടാസ്ക് സിമ്പിൾ ആണ്, പ്രീവിയസ് നോളജ് ഉണ്ട്. ഇനി വേറെ ഗ്രാഫ് നമുക്കറിയാം. ഇതെന്താണ്? അതായത് യൂണിഫോം ഗ്രോത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഗ്രാഫാണ്. അതേപോലെ തന്നെ മിക്സഡ് ഗ്രാഫ് ഉണ്ട്. അതേപോലെ തന്നെ
ഇത് കോൺവെക്സ് ഗ്രാഫാണ്, കർവാണ് പറയുന്നത്. സോ നമ്മൾ ലേണിംഗ് കർവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ലേണിംഗ് കർവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇങ്ങനത്തെ ഒരു കർവ് ഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മിക്സഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം സ്ലോ ആയിരിക്കും, പിന്നീട് അത് എന്തായി മാറും, അത് പ്രോഗ്രസ് ഇൻക്രീസ് ആവും, പിന്നീട് വീണ്ടും സ്ലോ ആയിരിക്കും. ഇതെന്താണ്, ഒരു യൂണിഫോം പ്രോഗ്രസ്സിനെയാണ് കാണിക്കുന്നത് എന്ന് പറയുന്നത്. യൂണിഫോം പ്രോഗ്രസ്സിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയായല്ലോ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ലേണിംഗ് കർവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യന്. നെക്സ്റ്റ്, ഇൻസൈറ്റ് ലേണിംഗ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഇൻസൈറ്റ് ലേണിംഗ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരേണ്ടത് ഏതാണ്, കൊഹ്ലർ ആണ് അല്ലേ. അതായത് കൊഹ്ലർ, വെർത്തീമർ എന്ന പേര് നിങ്ങളുടെ മനസ്സിൽ വരണം. ഇൻസൈറ്റ് ലേണിംഗ് ആരാണ്, ഇത് നമ്മൾ മറ്റു ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആരാണ്, കൊഹ്ലർ ആണ്. പാവ്ലോ അല്ല, പാവ്ലോ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നർ ഓപ്പറന്റ്, തോണ്ടേക്ക് ട്രയൽ ആൻഡ് എറർ. അപ്പോൾ ഇൻസൈറ്റ് ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടതാണ്, കൊഹ്ലറുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, to teach factual knowledge to many students in short time, best method is ഏതാണ്, ലെക്ചർ മെത്തേഡ്, ഹ്യൂറിസ്റ്റിക്, ഡെമോൺസ്ട്രേഷൻ, പ്രൊജക്റ്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ടു ടീച്ച് ഫാക്ച്വൽ നോളജ്, അതായത് കുറേ സ്റ്റുഡൻസിലേക്ക് നമ്മൾ ഫാക്ച്വൽ നോളജ് കുറച്ച് ടൈമിനെ കൊണ്ട് എത്തിക്കുന്ന പ്രോസസ്സ് ഏതാണ്, മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മെത്തേഡാണ് മക്കളെ, ലെക്ചർ മെത്തേഡാണ്. കുറച്ച് ടൈം കൊണ്ട് ഒത്തിരി പിള്ളേരിലേക്ക് നമുക്ക് ഫാക്ട് എത്തിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഏത്, ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേണിംഗ് ഡിഫിക്കൽട്ടീസുമായി ബന്ധപ്പെട്ടതാണ്. ഡിഫിക്കൽട്ടി ഇൻ മസിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് നന്നായി ചോദ്യം വായിക്കണം. ഡിഫിക്കൽട്ടി ഇൻ മസിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ ഏതുമായി ബന്ധപ്പെട്ടതാണ്, ഡിസ്പ്രാക്സിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ മോട്ടോർ സ്കിൽ എന്ന് പറയുമ്പം അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്, ഡിസ്പ്രാക്സിയുമായി ബന്ധപ്പെട്ടതാണ്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു റീഡിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്ലെക്സിയ റീഡിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്ഗ്രാഫിയ എന്താണ്, റൈറ്റിംഗ് ഡിസബിലിറ്റി ആണെന്നറിയാം. ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പം ഒരു മാത്തമാറ്റിക്കൽ ഡിഫിക്കൽട്ടി ആണ്. അതേപോലെ തന്നെ ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ പഠിച്ചിരിക്കുക. ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ എന്നിങ്ങനെ കുറച്ചധികം ഉണ്ട്. അതെന്തായാലും പഠിച്ചുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സൺ. ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഈ നോട്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന സമയത്ത് നോട്ട് എന്നൊക്കെയാണ് കാണുന്നത് വെച്ചാൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓപ്ഷൻ വായിച്ചിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പോഴാണ് നമുക്ക് ആ നോട്ട് എന്നുള്ള പോയിന്റ് നമ്മൾ തലയിലേക്ക് ഹൈലൈറ്റ് ആയി കയറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്താ ചോദിച്ചത്, ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതാണ്. perceive emotion of others, IQ is greater than 140, controls on emotion, aware of emotion. അല്ലേ, ഒരു ഇമോഷണൽ ഇൻ്റലിജൻറ്റ് പേഴ്സൺ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതെല്ലാം ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സണിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാ കറക്റ്റ് വരുന്നത്, ഐക്യുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ഓപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസംഷൻ ഓഫ് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്. LSPയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്, ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ്, development is unidirectional, biocognitive social processes are interwoven, skills can be improved. ഇതിൽ LSPയുമായി ബന്ധപ്പെട്ട അസംഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. LNC എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. LSPയിൽ പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സ് ആണെന്നാണ് പറയുന്നത്. അതിന് കുറച്ച് അസംഷൻ ഉണ്ട്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡെവലപ്മെൻറ്റ് എന്താണ്, ലൈഫ് ലോങ് ആണ്. ഡെവലപ്മെൻറ്റ് മൾട്ടി ഡയറക്ഷനാണ്. ഡെവലപ്മെൻറ്റ് ഇൻവോൾവ് ദ ഗെയിൻ ആൻഡ് ലോസസ്. ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കോണ്ടെക്സ്റ്റ്.
ഓക്കെ, അപ്പം ഇതിൽ കറക്റ്റായിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് ഏതാണ്? ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ, അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സ്കിൽസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. ഇതിൽ അസംഷൻ ഉൾപ്പെടുത്താത്തത് ഏതാണ്? ബയോ കൊഗ്നിറ്റീവ് സോഷ്യൽ പ്രോഗ്രസ്സസ് ആർ ഇൻ്റർവ്യൂ എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ്, നോട്ട് എ മെത്തേഡ് യൂസ്ഡ് ഇൻ വെർബൽ ലേണിംഗ്. വെർബൽ ലേണിംഗിൽ യൂസ് ചെയ്യാത്ത മെത്തേഡ് ഇതിൽ ഏതാണെന്നാണ്? പെയർഡ് അസോസിയേഷൻ, സീരിയൽ ലേണിംഗ്, ഫ്രീ റീകോള്, ഇൻസൈറ്റ് ലേണിംഗ്. ഏതാണ് വെർബൽ ലേണിംഗിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് ഇൻസൈറ്റ് ലേണിംഗ് നോട്ട് ആൻ അസോസിയേറ്റഡ് വിത്ത് ദ മെത്തേഡ് ഓഫ് വെർബൽ ലേണിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിസ്റ്റൻസി ഓഫ് ദ ടെസ്റ്റ് സ്കോർ ഇൻഡിക്കേറ്റർ. ഇത് വരാറുണ്ട്. അതായത് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ റിലയബിലിറ്റി, വാലിഡിറ്റി, സ്റ്റാൻഡർഡൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനും കാണാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൺസിസ്റ്റൻസിയാണ്. ഏതാണ്? വാലിഡിറ്റി, റിലയബിലിറ്റി, സ്റ്റാൻഡർഡൈസേഷൻ, മീൻ ഡീവിയേഷൻ. ഏതാണ്? കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് റിലയബിലിറ്റിയാണ്. വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് മെഷേഴ്സ് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ ആണ് വരുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ പറഞ്ഞാൽ പ്രോസസ് ഓഫ് സ്കോറിംഗ് ആണ്. അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് സ്കോറിംഗ് ട്രസ്റ്റ് അണ്ടർ ദ യൂണിഫോം കണ്ടീഷൻ വെച്ച് ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. മീൻ ഡീവിയേഷൻ ആവറേജ് ഡീവിയേഷൻ ഓഫ് ദ മീൻ ആണ്. സോ ഈ റിലയബിലിറ്റി, വാലിഡിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് മാച്ച് ദ ഫോളോവിങ് ആണ്. മാച്ച് ദ ഫോളോവിങ്ങിൽ നമ്മുടെ തിയറീസ് ആണ് കൊടുത്തിട്ടുണ്ടിരിക്കുന്നത്. തിയറീസ് ഓഫ് സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സൈക്കോ അനലിറ്റിക് തിയറി, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ ആണ്. പഠിച്ചു കഴിഞ്ഞ് PYQ അനലൈസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇത് സിമ്പിൾ ആയിരിക്കും. തിയറി ഓഫ് സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആരാണ്? സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആരാണ്? വൈഗോട്സ്കി ആണ് അല്ലേ. സൈക്കോ അനലിറ്റിക് തിയറി നമുക്കറിയാം അതാരാണ്? സിഗ്മണ്ട് ഫ്രൂഡ് ആണ്. ആൻഡ് ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ആരാണ്? എബ്രഹാം മാസ്ലോ ആണ്. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ആരതാണ്? ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, എബ്രഹാം മാസ്ലോ ആണ്. വൈഗോട്സ്കിൻ്റെ ആണ് സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, ZPD ഓർക്കണം. സൈക്കോ അനലിറ്റിക് തിയറി, സൈക്കോ സെക്ഷൽ തിയറി ആരതാണ്? സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ ആണ്. കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്, ഇത് ഈക്കോ, സൂപ്പർ ഈക്കോ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓടി മനസ്സിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പറഞ്ഞു ഏതാണ്? മാസ്ലോ സെൽഫ് ആക്ച്വലൈസേഷൻ, ഫ്രൂഡിൻ്റെ സൈക്കോ അനലിറ്റിക്, വൈഗോട്സ്കിൻ്റെ ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ലേണിംഗ് പ്രോസസ്സ്. ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ലേണിംഗ് പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം വരുന്നത്. ഓപ്പറൻറ്റ് ലേണിംഗ് കണ്ടീഷൻ, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും ക്ലാസിക്കൽ കണ്ടീഷനിങ് തമ്മിൽ ഒരിക്കലും മാറിപ്പോവരുത്. ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ അത്തരത്തിലുള്ള രണ്ട് പേരെയും നമുക്ക് തരും. അപ്പോൾ ഓപ്പറൻറ്റും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും മാറരുത്. പാവ്ലോ തന്നിട്ടുണ്ട്, സ്കിന്നർ തന്നിട്ടുണ്ട്, വുഡ് വർത്ത്, തോണ്ടേക്ക്. ആരാ മക്കളെ? ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആരാണ്? സ്കിന്നർ ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് വരുന്നത് ആരാണ്? പാവ്ലോ ആണ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് വരുന്നത് സ്കിന്നർ ആണ്, മാറിപ്പോവരുത്. BS സ്കിന്നർ പ്രപ്പോസ്ഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി ആണ്. ബിഹേവിയർ ഈസ് ഷേപ്ഡ് ബൈ കോൺസിക്വൻസ്. ബിഹേവിയർ ഫോളോഡ് റീഇൻഫോഴ്സ്മെന്റ് ആർ സ്ട്രെങ്തൻഡ് വൈൽ ദോസ് ഫോളോഡ് പണിഷ്മെന്റ് ആർ വീക്ക്ഡ്. അല്ലേ? ഈ തിയറിയിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് പറയുന്നത്. ഒബ്സർവേഷണൽ ലേണിംഗ് ഈ ടേം വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിലേക്ക് ആ തിയറി കടന്നു വരണം. ഒബ്സർവേഷൻ ലേണിംഗ് ആരാണ്? ഇൻസൈറ്റ് ലേണിംഗ് തിയറി പറയുന്നുണ്ട്. ബണ്ടൂര സോഷ്യൽ ലേണിംഗ് പറയുന്നുണ്ട്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ. മക്കൾ ഏതാണ് ഒബ്സർവേഷൻ ലേണിംഗ്? ഏതാണ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ബണ്ടൂരൻ്റെ സോഷ്യൽ ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത് അല്ലേ. ആൽബർട്ട് ബണ്ടൂരയാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ ലേണിംഗ്. ഒബ്സർവേഷൻ
ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഒക്കർ ബൈ ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേറ്റിംഗ് അതർ. ബണ്ടൂരേൻ്റെ സോഷ്യൽ ലേണിംഗ് പറയുമ്പം ഓർക്കേണ്ട 2 ടേമാണ് ഒബ്സർവേഷനും ഇമിറ്റേറ്റിങ്ങും. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞു പോവാണ്. അതായത് ബണ്ടൂരേൻ്റെ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഒബ്സർവ് ചെയ്യും, അതേപോലെ ഇമിറ്റേറ്റിംഗ് ആണ് അദ്ദേഹം പറയുന്നത്. അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ അദ്ദേഹത്തിൻ്റെ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന 4 പ്രോസസ്സ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒബ്സർവേഷൻ ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ആൽബർട്ട് ബണ്ടൂരയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രീ ആക്റ്റീവ്, ഇന്റർ ആക്റ്റീവ്, പോസ്റ്റ് ആക്റ്റീവ് 3 സ്റ്റേജാണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രീ ആക്റ്റീവ്, ഇന്റർ ആക്റ്റീവ് ആൻഡ് ദെൻ പോസ്റ്റ് ആക്റ്റീവ്. ഈ സ്റ്റേജ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ്, ഏത് വ്യക്തിയാണെന്നാണ് ചോദ്യം. ഒസബെൽ, ഗാംഗെ, ജാക്സൺ, വൈഗോട്സ്കി. ഒസബെൽ, ഗാംഗെ, ജാക്സൺ, വൈഗോട്സ്കി. മറ്റു ഓപ്ഷനുമായി നമ്മൾ കമ്പയർ ചെയ്യുക. മറ്റുള്ളവർ ഈ തിയറിയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവണം. അപ്പോൾ ആരാണ്? ജാക്സൺ ആണ്. ഇത് ജാക്സന്റെ തിയറി ലെവൽ ഓഫ് മെന്റൽ ഫങ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഏതാണ്? തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്, തിയറി ഓഫ് ജനറലൈസേഷൻ, തിയറി ഓഫ് ഐഡിയൽസ്. തോണ്ടേക്ക് ഉണ്ട്, ചാൾസ് ജുഡ് ഉണ്ട്, WC ബാഗ്ലി ഉണ്ട് അല്ലേ? തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്, തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ചാൾസ് ജുഡുമായി ബന്ധപ്പെട്ടതാണ്. ചാൾസ് ജുഡുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ തിയറി ഓഫ് ജനറലൈസേഷൻ അതാരാണ്? തോണ്ടേക്കാണ്. തിയറി ഓഫ് ഐഡിയൽസ് ആരാണ്? തിയറി ഓഫ് ഐഡിയൽ WC ബാഗ്ലി ആണ്. WC ബാഗ്ലി ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ദെൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വീണ്ടും അഡോളസൻ പീരീഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിയാഷെന്റെ സ്റ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അഡോളസൻ ബിലോങ് ടു ദ സ്റ്റേജ് പിയാഷെ സ്റ്റേജ്. അതായത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പിയാഷെൻ്റെ തിയറി പഠിക്കുമ്പം ഏറ്റവും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണ് അഡോളസെൻറ്റുമായി ബന്ധപ്പെട്ടത്, അഡോളസെൻറ്റിൻ്റെ മെയിൻ കാര്യങ്ങൾ പറയുന്നത് ഏത് സ്റ്റേജ് ആണെന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതും അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, പ്രീ ഓപ്പറേഷണൽ ആൻഡ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അഡോളസെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേജ് ഏതാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിയാഷെന്റെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അഡോളസെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി ആണ്. പ്രീ ഓപ്പറേഷണൽ യൂസ് സിമ്പിൾ ടു റെപ്രസെന്റ് ഒബ്ജക്റ്റ് ആണ്. സെൻസറി മോട്ടോർ ഒബ്ജക്റ്റ് പെർമനന്റ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സെൻസറി മോട്ടോർ പറഞ്ഞാൽ എന്താണ്? അവിടെ ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. ദെൻ പ്രീ ഓപ്പറേഷണൽ പറയുമ്പോൾ യൂസ് സിമ്പിൾ ടു റെപ്രസെന്റ് ഒബ്ജക്റ്റ് ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ലീസ്റ്റ് കൺസിഡേർഡ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ ലീസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ചോദ്യം. ഡെമോൺസ്ട്രേഷൻ, ഇംപ്രസീവ് ലെക്ചർ, സ്കോൾഡിംഗ് ആൻഡ് പണിഷിംഗ്, ബ്ലാക്ക് ബോർഡ് യൂസേജ്. ഏതാണ്? ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സ്കോൾഡിങ് ആൻഡ് പണിഷ്മെന്റ്. ഇവിടെ ആലോചിക്കുക, ലീസ്റ്റ് കൺസിഡേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ലീസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട എന്താണ്? സ്കോൾഡിങ് ആൻഡ് പണിഷിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർമൽ ഓപ്പറേഷണൽ തിയറി ക്യാരക്ടറൈസ്ഡ് ബൈ. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, പിയാഷെൻ്റെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അഡോളസെൻ്റ് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. വീണ്ടും അത് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പം അതിൽ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ അബ്സ്ട്രാക്ട് തിങ്കിങ്, ഫോക്കസ് ഓൺ ദ സിംഗിൾ ഫീച്ചർ, ഇൻഡ്യൂറ്റീവ് തോട്ട്, കനോട്ട് തിങ്ക് ആബ്സെന്റ് ഒബ്ജക്റ്റ്. ഏതാണ്? അബ്സ്ട്രാക്ട് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ് ആണ് ഏതിൽ വരുന്നത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഡോളസെന്റ് പീരീഡിൽ വരുന്നത്. അടുത്ത നോക്കൂ. മലയാളം പ്രൊനൗൺസിയേഷൻ എഫക്ട് ഇംഗ്ലീഷ്. മലയാളം പ്രൊനൗൺസിയേഷൻ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ഇവിടെ എന്താ പറഞ്ഞത്? മലയാളം പ്രൊനൗൺസിയേഷൻ ഇത്രയും മാർക്ക് ചെയ്യുക. ഇത് എന്ത് ചെയ്യുന്നു? എഫക്റ്റ് ഇംഗ്ലീഷ്. ഓക്കെ, മലയാളം
പ്രൊണൗൺസിയേഷൻ അഫക്റ്റ് ഇംഗ്ലീഷ്? ഏതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ, സീറോ ട്രാൻസ്ഫർ ആൻഡ് വെർട്ടിക്കൽ ട്രാൻസ്ഫർ. ഏത് ഉത്തരം വരിക? നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ് ഉത്തരം വരിക. ഓക്കെ, നെഗറ്റീവ് ആണ് ഇവിടെ ഉത്തരം വരിക. കാരണം എന്താണ്? ഇഫ് ദ ലേണിംഗ് ഓഫ് വൺ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ഇന്റർഫറൻസ് വിത്ത് അനദർ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ആണ് അല്ലേ? ഇവിടെ മലയാളം ലേണിംഗ് എഫക്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ഇംഗ്ലീഷിനെയാണ്. അപ്പം അത് വരുന്നത് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് വരുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ ലേണിംഗ് ഓഫ് വൺ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ദാറ്റ് എന്താ ചെയ്യുന്നത്? ഫെസിലിറ്റേറ്റ് ടു ദ ലേണിംഗ് ഓഫ് അനദർ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി. സീറോ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്തർ ഫെസിലിറ്റേറ്റ് നോർ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിൽ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കിക്കേ. എ ന്യൂ ബിഹേവിയർ ഈസ് ലേൺ but not demonstrated until the reinforcement is provided for displaying it. This type of cognitive learning is called ഏതാണ്? ഇൻസൈറ്റ് ലേണിംഗ്, ലാറ്റന്റ് ലേണിംഗ്, സോഷ്യൽ ലേണിംഗ്, വെർബൽ ലേണിംഗ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ലാറ്റന്റ് ലേണിംഗ് ആണ്. ലാറ്റന്റ് ലേണിംഗ് ആണ്. ലേൺഡ് ബട്ട് നോട്ട് ഡെമോൺസ്ട്രേറ്റ് അണ്ടിൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ലാറ്റന്റ് ലേണിംഗ് ആണ് പറയുന്നത്. ഇൻസൈറ്റ് ലേണിംഗ് ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? കൊഹ്ലർ ആണ്. ലേണിംഗ് ഒക്കർ ത്രൂ സഡൻ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവിടെ പറയുന്നത്. ലാറ്റന്റ് ലേണിംഗ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ടോൾമാൻ ആണ്. വിത്തൗട്ട് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ് ഷോൺ ദ ബിഹേവിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോഷ്യൽ ലേണിംഗ് നമുക്കറിയാം ആൽബർട്ട് ബണ്ടൂരിയാണ്. ലേണിംഗ് ഒക്കർ ത്രൂ ഒബ്സർവേഷൻ, ഇമിറ്റേഷൻ, മോഡലിംഗ് ആണ്. വെർബൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ത്രൂ വെർബൽ, അതായത് വേർഡ്സ്, സിമ്പിൾ ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടാണ് പഠിക്കേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എവറി ഡിഫറെൻറ്റ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഇൻവോൾവ് എ ജനറൽ ഫാക്ടർ ജി ആൻഡ് എ സ്പെസിഫിക് ഫാക്ടർ എസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ജനറൽ ഫാക്ടറും നമ്മുടെ സ്പെസിഫിക് ഫാക്ടറിന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓപ്ഷൻ സിയിലേക്ക് പോകും. സ്പിയർമാൻ 2 ഫാക്ടർ തിയറിയാണ് ഇവിടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നതല്ലേ? അതായത് ഇൻ്റലിജൻസിൽ കൊണ്ടുവന്ന 2 ഫാക്ടർ തിയറി, സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിലെന്താ പറയുന്നത്? സ്പെസിഫിക് ഫാക്ടർ എസും അതേപോലെ തന്നെ ജനറൽ ഫാക്ടർ ജിയുമായിട്ടുള്ള സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയാണ് പറയുന്നത്. അതായത് എല്ലാ വ്യക്തികളിലും എന്തുണ്ടായിരിക്കും? ജനറൽ ഫാക്ടർ ജി ഉണ്ടായിരിക്കും. ഇത് എല്ലാവരിലും ഉണ്ടായിരിക്കും. പിന്നെ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള എന്തുണ്ടായിരിക്കും? സ്പെഷ്യൽ ഫാക്ടർ ഉണ്ടായിരിക്കും, സ്പെസിഫിക് ഫാക്ടർ ഉണ്ടായിരിക്കും. ഈ സ്പെസിഫിക് ഫാക്ടറിൽ എല്ലാത്തിലും കൂടി എന്തുണ്ടായിരിക്കും? ജനറൽ ഫാക്ടർ ആയിട്ടുള്ള ജി ഉണ്ടായിരിക്കും. ഇതെന്താണ് ഉത്തരം വരുന്നത്? സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയാണ്. അടുത്ത ചോദ്യം എന്താണ്? ഇൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ് ഈസ് മെൻഷൻഡ്. RTE ആക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. RTE ആക്ട് 2009 ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൽ സ്കൂളും ടീച്ചേഴ്സിനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്നാണ്? ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 ആൻഡ് ചാപ്റ്റർ 4. ഏതാണ്? ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4ലാണ് എന്ത് പറയുന്നത്? ടീച്ചറിനെ പറ്റിയിട്ട് പറയുന്നുള്ളത്. ചാപ്റ്റർ 1 പറയുന്നത് പ്രിലിമിനറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മുടെ ടേംസ്, ടൈറ്റില്, അതൊക്കെയാണ്, ഡെഫിനിഷൻ ഒക്കെയാണ് ചാപ്റ്റർ 1 പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 2 പറഞ്ഞിരിക്കുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് ചാപ്റ്റർ 2. എവറി ചൈൽഡ് ഹാസ് എ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എലമെൻ്ററി എഡ്യൂക്കേഷൻ. ഓക്കെ, നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്ന് പറഞ്ഞാൽ എന്താണ്? എവറി ചൈൽഡ് ഹാവ് ദ ഫ്രീ ആൻഡ് കമ്പൽസറി അല്ലേ? എല്ലാ കുട്ടികൾക്കും റൈറ്റ് ടു ഹാവ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ. ആർട്ടിക്കിൾ 21A ഇത് ഉൾപ്പെടുന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ചാപ്റ്റർ 3 പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ദ ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, പാരൻ്റ് ആണ്. ആൻഡ് ഗവൺമെൻറ് മസ്റ്റ് എൻഷുർ നൈബർഹുഡ് സ്കൂൾ, പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ, ടീച്ചേഴ്സ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് അഡോളസൻ നോക്കൂ. അഡോളസനുമായി ബന്ധപ്പെട്ടിട്ട് 3-4 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വരുന്നത്. ആൻഡ് അഡോളസൻ വിത്ത് ഈറ്റിംഗ് ഡിസോർഡർ ഗോസ് ഓൺ ഈറ്റിംഗ് ബിഞ്ച്, ദെൻ
by self-induced vomiting or using laxative. The eating disorder. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈറ്റിംഗ് ഡിസോർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അനോക്സിയ നെർവോസ, ബുലീമിയ നെർവോസ, ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ BED ആൻഡ് പിക്ക. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ബുലീമിയ നെർവോസയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അനോറെക്സിയ നെർവോസ, ഇതിൽ ഓരോന്ന് എന്താന്ന് ജസ്റ്റ് നോക്കി പോവാം. അനോറെക്സിയ നെർവോസ എന്ന് പറഞ്ഞ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. മാർക്ക്ഡ് ബൈ ഇൻറ്റൻസ് ഫിയർ ഓഫ് ഗെയിനിങ് ദ വെയിറ്റ് ആൻഡ് ഡിസ്റ്റോർഡ് ബോഡി ഇമേജ് അല്ലേ. അതായത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുള്ള ഭയത്തോട് കൂടിയിട്ടുള്ള ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് ഇത് അനോറെക്സിയ നെർവോസ. ബുലിമിയ നെർവോസ എന്ന് പറഞ്ഞാൽ എപ്പിസോഡ് ഓഫ് ബിഞ്ച് ഈറ്റിംഗ് ആണ് ആൻഡ് കോമ്പൻസേറ്ററി ബിഹേവിയർ സച്ചസ്, ധാരാളം കഴിക്കും ആൻഡ് ദെൻ എന്ത് ചെയ്യും, വോമിറ്റിങ്ങും എക്സസൈസും ഒക്കെ ചെയ്യുന്നത് ബുലിമിയ നെർവോസ. ബോഡി വെയിറ്റ് മേ അപ്പിയർ നോർമൽ ആയിരിക്കും, പക്ഷെ ഇവർക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായിരിക്കും? ഡെന്റൽ പ്രോബ്ലം, ഡീഹൈഡ്രേഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ BED പറഞ്ഞ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ, അത് പറയുന്നത് ഫ്രീക്വൻറ്റ് എപ്പിസോഡ് ഓഫ് ഈറ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഫുഡാണ് അല്ലേ. കുറച്ച് ടൈം ഇടവിട്ടിട്ട് ധാരാളം ഫുഡ് കഴിക്കുന്ന ഒരു ഡിസോർഡർ ആണ് ഇത് വരുന്നത്. ലോസ് ഓഫ് കൺട്രോൾ, ഒരു കൺട്രോളും അല്ലെങ്കിൽ ഒരു ഗിൽട്ടും ഇല്ലാതെ കുറച്ച് ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും, ധാരാളം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. പീക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈറ്റിംഗ് ഡിസോർഡർ എന്താന്ന് വെച്ചാൽ നമ്മൾ ചില കുട്ടികളിൽ, മുതിർന്നവരിലും കാണാറുണ്ട്. ഈ ചോക്ക്, അതേപോലെ തന്നെ സ്ലേറ്റ് പെൻസിൽ, അങ്ങനത്തെ കുറച്ച് കാര്യം, മണ്ണ്, അതേപോലെ ക്ലേ, ഇതൊക്കെ കഴിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കഴിക്കുന്ന ആ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് പീക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ദ കർവ് ഓഫ് ഫോർഗെറ്റിംഗ് വാസ് ഡ്രോൺ ബൈ, വെരി സിമ്പിൾ, ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ദ കർവ്, അതായത് ഇവിടെ ഫോർഗെറ്റിംഗ് കർവാണ് ചോദിച്ചിരിക്കുന്നത്. കർവ് ഓഫ് ഫോർഗെറ്റിംഗ് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി എബിംഗ്ഹോസ് ആണ്. ഓപ്ഷൻ സി എബിംഗ്ഹോസ് ആണ് കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർഗെറ്റിംഗ് കർവ് എങ്ങനെയായിരുന്നു? ഫോർഗെറ്റിംഗ് കർവ് ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ടൈം ആണ്, ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആരാണ്? എബിംഗ്ഹോസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ആഫ്റ്റർ പ്രസൻറ്റിംഗ് എ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്, ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ആൻഡ് അഗെയിൻസ്റ്റ് ആർ പുട്ട് ആൻഡ് ഫോർവേഡ് ആൻഡ് ഡിഫീൽ ദ ഡീറ്റെയിൽസ് ഫാക്ട് ഈസ് ഡൺ. ദിസ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി, ഇവിടെ ഒരു ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഫേവർ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. ഈ ഒരു രീതിന് എന്താ പറയുന്നത്? സിമ്പിൾ അല്ലേ മക്കൾ? ഏതാണ്? ഡിബേറ്റ് ആണ്. ആർഗ്യുമെന്റ്സ് എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏതാണ്? ഡിബേറ്റ് ആണ് ഇവിടെ ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി. 34ാമത്തെ ചോദ്യം. അനലിറ്റിക്കൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആൻഡ് കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ്, മൂന്നാണ് പറയുന്നത്. അനലിറ്റിക്, ക്രിയേറ്റീവ് ആൻഡ് കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ്, 3 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്. ദിസ് ഈസ് എ ബെറ്റർ എക്സ്പ്ലെയിൻഡ് ഇൻ, ആരാണ് ഇത്? ഈ 3 ഇൻ്റലിജൻസ് ഏതൊക്കെയാണ് പറയുന്നത്? അനലിറ്റിക് ഉണ്ട്, ക്രിയേറ്റീവ് ഉണ്ട്, കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഈ 3 ഇൻ്റലിജൻസ് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാറ്റൽ ആൻഡ് ഹോൺസ് ഇൻ്റലിജൻസ് തിയറി, സ്റ്റേൺബർഗ് ട്രയാക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്, ഹൊവാർഡ് ഗാർണറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, വെറോൺസ് ഹൈറാർക്കിയൽ തിയറി. ഏതാണ് ഉത്തരം വരുന്നത്? അതായത് സ്റ്റീർമാൻ്റെ ട്രയാക്കിക് തിയറിയാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഈ ട്രയാക്കിക് തിയറിയിൽ 3 ഇൻ്റലിജൻസ് ആണ് പറയുന്നത്. അനലിറ്റിക്, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസിൽ വരുന്നത്. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? അനലിറ്റിക്കിൽ പറയുന്നത് എബിലിറ്റി ടു അനലൈസ്, ക്രിയേറ്റീവിൽ എബിലിറ്റി ടു ഡീൽ വിത്ത് ന്യൂ സിറ്റുവേഷൻസ് ആണ് പറയുന്നത്, ആൻഡ് എബിലിറ്റി ടു അഡാപ്റ്റ് ദ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. 35ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അഡോളസെന്റ് ഈസ് റിഗാർഡഡ്, നോക്കൂ, അഡോളസെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4ഓ 5ഓ ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മളറിയാം അഡോളസെൻ്റ് സൈക്കോളജിയിൽ അഡോളസെൻ്റ് പീരീഡ് നന്നായിട്ട് പഠിക്കണം. മാത്രമല്ല ഏതൊക്കെ തിയറിയിലാണ് അഡോളസെൻ്റ് പറഞ്ഞിരിക്കുന്നത്? കുറേ തിയറിയിൽ, ഇപ്പോൾ പിയാഷേൻ്റെ തന്നെ നമ്മൾ ഒരു സ്റ്റേജ് പഠിച്ചു. ഏത് സ്റ്റേജിലാണ് അഡോളസെൻ്റുമായി ഡീൽ ചെയ്തിരിക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ടും ഓർത്തിരിക്കണം. അഡോളസെൻ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ പീരീഡ് ഓഫ് റാപ്പിഡ് ചേഞ്ച് ബോത്ത് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ നോട്ട് കൺസിഡർ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്?
നോട്ട് കൺസിഡേർഡ് ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിക്കേ. അറ്റ് അഡോളസെന്റ് ഡെവലപ്മെന്റ് ഓഫ് പ്രൈമറി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ അറ്റ് ഇറ്റ് ഈസ് മാക്സിമം ലെവലിൽ എത്തുന്നത്. അഡോളസെന്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്. ഇമാജിനറി ഓഡിയൻസ്, ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇമേജിനറി ഓഡിയൻസ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് പേഴ്സണൽ ഫാബിൾ ആർ ദ ടു കോമ്പണന്റ് ഓഫ് അഡോളസെന്റ് ഈഗോസെൻട്രിസം. At adolescent, loss of energy, dwindling of health and weakness of muscles and bone. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അഡോളസെന്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുത്താത്തതാണ് അല്ലേ, നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ ഇതിൽ ഉത്തരം വരിക? അഡോളസെന്റ് പീരീഡ് പറയുമ്പോൾ ഒരിക്കലും എന്തല്ല, ലോസ് ഓഫ് എനർജി ഇതൊന്നുമല്ല. അതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഡോളസെന്റ് വിത്ത്, നോക്കൂ വീണ്ടും അഡോളസെന്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അഡോളസൻസ് വിത്ത് ഡെലിക്വൻസി ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലം ടെൻഡ് ടു ഹാവ്. ഡെലിക്വൻസി ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലം എന്തിലേക്കാണ് നയിക്കുന്നത് എന്നാണ്? നെഗറ്റീവ് സെൽഫ് ഐഡൻറ്റിറ്റി, ഡിക്രീസ്ഡ് ട്രസ്റ്റ് ആൻഡ് ലോ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ്. ഏതാണ് ഉത്തരം വരിക? ഉത്തരം വരെ എന്താണ്? ഇത് മൂന്നും കറക്റ്റാണ്. കാരണം അഡോളസെന്റ് ഡെലിക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാൾ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്, ബിഹേവിയർ ആണ് പറയുന്നത്. ആ പ്രോബ്ലം, ഇതെല്ലാം ആ പ്രോബ്ലത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. നെഗറ്റീവ് സെൽഫ് ഐഡൻറ്റിറ്റി, ഡിക്രീസ് ടെസ്റ്റ്, ലോ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ്, ട്രസ്റ്റ് ഡിക്രീസ് ആവുന്നത്, ഇതൊക്കെ എന്താണ്? ആ പ്രോബ്ലത്തിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം. A person forget previously learned list of words when a new list of word is learned. This is an example of. ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും വരാറുണ്ട്. അതായത് റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, പ്രോ ആക്റ്റീവ് ഇൻഹിബിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം സൈക്കോളജിയിൽ കാണാറുണ്ട്. ഇതെന്താ ചോദിച്ചിരിക്കുന്നത്? എ പേഴ്സൺ ഫോർഗെറ്റ്സ് പ്രീവിയസ്ലി ലേൺഡ് ലിസ്റ്റ് ഓഫ് വേർഡ്സ്. അതായത് ന്യൂ കാര്യം, അത് ന്യൂ വേർഡ് പഠിക്കുമ്പം ആ കുട്ടി എന്ത് മറക്കാണ്? നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന കാര്യം, പ്രീവിയസ്ലി ലേൺ ചെയ്തിട്ടുള്ള വേർഡ്സ് പുതിയ കാര്യം പഠിക്കുമ്പോൾ മറന്നു പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ പഴയതായി പഠിച്ച ടോപ്പിക്ക് നമ്മൾ മറന്നു പോകുന്നൊരു കേസ്. അത് ഏതിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, ഇൻഹിബിഷൻ ഡ്യൂ ടു റിപ്രഷൻ, ഇൻഹിബിഷൻ ഡ്യൂ ടു ടൈം ലാപ്സ്. ഏതാ വരുന്നത്? റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്. അതായത് സിറ്റുവേഷൻ വേർ ന്യൂ ലേണിംഗ് ഇൻ്റർഫിയർ വിത്ത് ദ റീകോൾ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് മെറ്റീരിയൽ അല്ലേ. അതായത് ന്യൂ ലേണിംഗ് എന്തിന് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്? നമ്മളെ പ്രീവിയസ് ലേണിങ്ങിന് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ലേണിംഗ് ന്യൂ ഫോൺ നമ്പർ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ടി ടു റിമെമ്പർ ദ ഓൾഡ് വൺ. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാക്കി പഠിച്ച ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ ന്യൂ ലേണിംഗ് പ്രീവിയസ് ലേണിങ്ങിനെ ഇൻ്റർഫിയർ ചെയ്യുന്നു. എക്സാമ്പിൾ വെച്ച് ഓർത്ത് വെക്കുക. ലേണിംഗ് ദ ന്യൂ ഫോൺ നമ്പർ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റിമെമ്പർ ദ ഓൾഡ് വൺ അല്ലേ. അതായത് പുതിയ ഫോൺ നമ്പർ നമ്മൾ പഠിക്കുമ്പോൾ പഴയ ഫോൺ നമ്പർ നമുക്ക് മറന്നു പോകുന്ന ഒരു കേസ്. അതാണ് റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ വെൻ പ്രീവിയസ് ലേണിംഗ് ഇൻ്റർഫിയർ വിത്ത് ദ ലേണിംഗ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ. പ്രീവിയസ് ലേണിംഗ് എന്തിനെ ഇൻ്റർഫിയർ ചെയ്യുന്നു? ന്യൂ ഇൻഫർമേഷനെ ഇൻ്റർഫിയർ ചെയ്യുന്നതാണ്. യൂസിങ് ആൻ ഓൾഡ് പാസ്വേഡ് ഇൻസ്റ്റെഡ് ഓഫ് ന്യൂലി ചേഞ്ച്ഡ് പാസ്വേഡ് അല്ലേ. ഇവിടെ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുന്നത് പ്രീവിയസ്ലി ലേൺഡ് കാര്യങ്ങൾ നമ്മൾ പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിനെ ഇൻ്റർഫിയർ ചെയ്യുന്നു. അതായത് നമ്മളിപ്പോൾ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് പഴയ പാസ്വേഡ് തന്നെ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ ന്യൂ പാസ്വേഡിൻ്റെ പകരം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു റിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺപ്ലസൻറ്റ് അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് നമ്മൾ എന്ത് ചെയ്യും? പുഷ്ഡ് അൺകണ്ടീഷൻഡ് മൈൻഡിങ് അല്ലെങ്കിൽ ലീഡിങ് ഫോർഗെറ്റിങ്ങിലേക്ക് നയിക്കുകയാണ്. ഫോർഗെറ്റിംഗ് എ ട്രോമാറ്റിക് ചൈൽഡ്ഹുഡ് ആൻഡ് എക്സ്പീരിയൻസ് അല്ലേ. അതിന് നമ്മൾ മനഃപൂർവ്വം നമ്മുടെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള മെമ്മറീസൊക്കെ ഫോർഗെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഡ്യൂ ടു ടൈം ലാപ്സ് എന്താണ്? ഫോർഗെറ്റിംഗ് കോസ്ഡ് ബൈ പാസേജ് ഓഫ് ടൈം വെൻ ലേണിംഗ് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്നത്. അതായത് ഡ്യൂ ടു ടൈം ലാപ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ കാറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ
കുറച്ച് കാലം ഇപ്പോൾ എന്തെങ്കിലും ഒരു വെക്കേഷൻ അല്ലെങ്കിൽ കുറച്ച് വീട്ടിൽ കുറച്ച് പരിപാടികൾ വന്ന് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അത് മാറ്റി വെച്ചിട്ട് വീണ്ടും എടുക്കുന്ന സമയത്ത് നമ്മുടെ ടൈം ലാപ്സ് കൊണ്ട് നമുക്ക് എന്ത് പറ്റും, ആ കാര്യങ്ങൾ കുറച്ച് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പാസേജ് ഓഫ് ടൈമിൽ ലേണിംഗ് എന്ത് ചെയ്യും, മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്, ഫൊർഗെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് ഡ്യൂ ടു ടൈം ലാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, പ്രോ ആക്റ്റീവ് ഇൻഹിബിഷന്, പിന്നെ ഡ്യൂ ടു റിപ്രഷൻ ആൻഡ് ഡ്യൂ ടു ടൈം ലാപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് എഫക്റ്റ് ലേണിംഗ്, അതായത് ഫാക്ടേഴ്സ് ഓഫ് ലേണിംഗ് ആണ് പറയുന്നത്. മോട്ടിവേഷൻ, ലെവൽ ഓഫ് ആസ്പിരേഷൻ, ലെവൽ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ ഡി ആണ്. ഇത് മൂന്നും ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷനും ലെവൽ ഓഫ് ആസ്പിരേഷനും ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ, ലേണിംഗ് കർവ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വെൻ എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട്. ഇവിടെ നിങ്ങൾക്ക് ആ ഉത്തരം നിങ്ങൾക്ക് കിട്ടണം. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഉത്തരം കിട്ടിയിരിക്കണം. ഇഫ് വെൻ എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട് ഫോർ ഇറ്റ് ഈസ് ഡു സോ ഈസ് stratify. When any conduction unit is not readiness to conduct, for it is conduct is annoying. അല്ലേ? അതായത് ഇഫ് എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട് ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ആയിട്ട് നടക്കും. ഇഫ് എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് നോട്ട് റെഡി ആണ്, നോട്ട് റെഡിനെസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ലേണിംഗ് അനോയി ആയി മാറും. ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം, ട്രയൽ ആൻഡ് എറർ, തോണ്ടയ്ക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ആ തിയറിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏത് ലോ ആണ്, ഏത് വ്യക്തിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഗാർണർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കിങ്സ്ലേ ആൻഡ് ഗാരി, ഇ.എൽ. തോണ്ടയ്ക്ക്, ഹെൻറി പി സ്മിത്ത്. നമുക്കറിയാം ആരാണ്, തോണ്ടയ്ക്കിൻ്റെ ലോ ആണ്. തോണ്ടയ്ക്കിൻ്റെ ലോ ഓഫ് റെഡിനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലേണിംഗ് ഹാപ്പൻ ബെസ്റ്റ് വെൻ ദ ലേണർ ഈസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി റെഡി. അല്ലേ? ലോ ഓഫ് റെഡിനെസ്സിൽ എന്താ പറയുന്നത്, ലേണിംഗ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ, അതായത് നമ്മളെ പഠനം നല്ല പൂർണ്ണതയിൽ എത്തണമെങ്കിൽ എന്താവണം, ലേണർ തയ്യാറായിരിക്കണം. ഫിസിക്കലി മെൻ്റലിയും പഠിക്കാനുള്ള ഒരു റെഡിനെസ് ഉണ്ടാകുമ്പോൾ മാത്രമേ പഠനം പൂർണ്ണമാകുന്നു എന്നാണ് ലോ ഓഫ് റെഡിനെസ്സിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ലോ ഓഫ് എക്സസൈസിൽ എന്താ പറയുന്നത്, പ്രാക്ടീസ് സ്ട്രെങ്തൻ ലേണിംഗ്, ലാക്ക് ഓഫ് പ്രാക്ടീസ് വീക്കൻ ഇറ്റ്. അല്ലേ? ലോ ഓഫ് എക്സസൈസ് ടേമിൽ തന്നെ ഉണ്ടായില്ല. അദ്ദേഹം എന്താ പറയുന്നത്, പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് നമ്മുടെ ലേണിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യും. ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണെങ്കിൽ ലേണിംഗ് അവിടെ വീക്കായി മാറും. ലോ ഓഫ് എഫക്റ്റ്, റെസ്പോൺസസ് ഫോളോഡ് ബൈ സാറ്റിസ്ഫാക്ഷൻ ആർ സ്ട്രെങ്തൻഡ്, റെസ്പോൺസ് ഫോളോഡ് ബൈ ഡിസ്കംഫർട്ട് ആർ വീക്കൻഡ്. അല്ലേ? അതാണ് ലോ ഓഫ് എഫക്റ്റിൽ പറയുന്നത്. സോ തോണ്ടയ്ക്കിൻ്റെ ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു ലോ ഓഫ് റെഡിനെസ്. പറയുമ്പോൾ എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട് ആണെങ്കിൽ അവിടെ ലേണിംഗ് ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് ലെവൽ ഹൈ ആയിരിക്കും. കണ്ടക്ഷൻ യൂണിറ്റ് റെഡിനെസ് അല്ലെങ്കിൽ അവിടെ ലേണിംഗ് വീക്കൻഡ് ആയിരിക്കും. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ CAI ആണ് പറഞ്ഞിട്ടുള്ളത്. CAI അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നാലാണ് ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, നോട്ട് എ അഡ്വാൻറ്റേജ്, അതായത് CAIയുടെ അഡ്വാൻറ്റേജസ് അല്ലാത്തതാണ്. ഈസിലി ഹാൻഡിങ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ്, ഈസിലി പ്രാക്ടീസ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ക്യാൻ ബി ടേക്കൺ, കൗൺസിലിംഗ് ഫോർ സ്റ്റുഡൻറ്റ് ഹു ഫേസ് മെൻ്റൽ പ്രോബ്ലം ക്യാൻ ബി ഈസിലി ഡൺ. ഏതാണ് എളുപ്പത്തിൽ നമുക്ക് കിട്ടും, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൗൺസിലിംഗ് ഫോർ ദ സ്റ്റുഡൻറ്റ് ഹു ഫേസ് ദ മെൻ്റൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷന് എന്ത് സ്റ്റുഡൻസിന് ഒരിക്കലും കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അവരെ മെൻ്റലി വീക്കായി നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകാൻ എന്തിനു പറ്റില്ല, CAIക്ക് പറ്റില്ല. പക്ഷെ ബാക്കിയൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസിൽ വരുന്നതാണ്.
എന്താ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നൽകാൻ പറ്റും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് അല്ലെങ്കിൽ മൾട്ടിപീഡിയ കണ്ടന്റ് നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ഡിജിറ്റൽ പ്രോഗ്രാമൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് CAI എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ, ഇൻ്റർനെറ്റ്, അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രോഗ്രാം ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? കാറ്റഗറി 3യുടെ PYQ ആണ് സൈക്കോളജി. 40 ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജിയിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത്. അഡോളസെൻറ്റ് സൈക്കോളജി, തിയറി ഓഫ് ലേണിംഗ്, പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ലെവൽ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതൊരു ആവറേജ് ലെവലാണ്. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കറക്റ്റ് ചോദ്യം വായിക്കുക, അതിൻ്റെ പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് ഈസിലി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.